പ്രിയയെ വളക്കാൻ രാജു പുതിയ പ്ലാനുകളിട്ടു. അവൾക്ക് പട്ടിക്കുട്ടികളെ ജീവനാണെന്നറിഞ്ഞ രാജു പുഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു പട്ടിയെ രക്ഷിക്കുന്നതായി അവളുടെ മുമ്പിൽ അഭിനയിച്ചു. അത് കണ്ട പ്രിയ ഫ്ലാറ്റായി. ഗോവയിൽ പോകാൻ വലിയ ആഗ്രഹമുള്ള പ്രിയയ്ക്ക് വേണ്ടി നാട്ടിലെ ബീച്ചിൽ രാജു ഒരു ഡമ്മി ഗോവ തന്നെ സെറ്റ് ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ പ്രിയയ്ക്ക് രാജുവിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിത്തുടങ്ങി. പിറ്റേന്നു മുതൽ രാജു പ്ലാൻ മാറ്റി അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, കണ്ടാൽ മിണ്ടില്ല. അവസാനം ദേഷ്യം വന്ന പ്രിയ രാജുവിന്റെ അടുത്ത് വന്ന് നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജു ഒരു ഗമയ്ക്ക് ചോദിച്ചു, നിന്റെ കല്യാണം MLA ശക്തിയുമായി ഉറപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ കല്യാണം കഴിക്കും? അപ്പോഴാണ് പ്രിയയുടെ അച്ഛൻ വന്ന് പറയുന്നത്, എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നീ തന്നെ അവളെ കെട്ടിക്കോ, MLAയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. അത് കേട്ടതും രാജുവിന് സന്തോഷമായി. അങ്ങനെ ആദ്യത്തെ കല്യാണക്കുറി തന്നെ പുച്ഛിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ആർഭാടമായി തന്നെ കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ പ്രിയ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രാജു ആ വീടൊക്കെയൊന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ എഴുതിവെച്ച ഒരു കത്ത് കാണുന്നത്. അത് വായിച്ച രാജുവിന്റെ കിളിപോയി. അച്ഛൻ തന്റെ സകല കടങ്ങളും രാജുവിന്റെ തലയിൽ വെച്ചുകൊടുത്തിട്ട് സ്ഥലം വിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കടക്കാർ വീട്ടിൽ വന്നു. ഞാൻ എന്തിനാ അയാളുടെ കടം തീർക്കുന്നത് എന്ന് രാജു ചോദിച്ചപ്പോൾ അവർ ഒരു മുദ്രപത്രം കാണിച്ചുകൊടുത്തു. കല്യാണ ദിവസം അച്ഛൻ പറഞ്ഞിട്ട് രാജു ഒപ്പിട്ട ആ പേപ്പറിൽ എഴുതിയിരുന്നത് ഇനി ഈ സകല കടങ്ങളും രാജു വീട്ടിക്കൊള്ളാം എന്നാണ്. പ്രിയയുടെ സ്വത്തെല്ലാം തന്റെ പേരിലേക്ക് എഴുതിയതാണെന്ന് കരുതിയാണ് രാജു അതിൽ ഒപ്പിട്ടത്. ആകെ ദേഷ്യം വന്ന രാജു പ്രിയയോട് തട്ടിക്കയറി. അപ്പോഴാണ് പ്രിയ പറയുന്നത്, രാജുവിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടെന്ന് കരുതിയാണ് അച്ഛൻ ഈ കല്യാണം നടത്തിത്തന്നതെന്ന്. അപ്പോഴാണ് രാജുവിന് കാര്യം പിടികിട്ടിയത്. തന്നെക്കാൾ വലിയ പ്ലാനുമായി വന്നത് പ്രിയയും അച്ഛനുമായിരുന്നു. പ്രിയ രാജുവിന്റെ പ്ലാനിലല്ല വീണത്, രാജു അവരുടെ പ്ലാനിലാണ് പോയി വീണത്. ഇത് അറിഞ്ഞതും രാജു ആകെ വല്ലാതെയായി. ഇനി എന്തു ചെയ്യുമെന്ന് രാജുവിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നുമില്ല.